ഞാനിവിടെ ഒരു ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഒരു തെർമോക്കോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മുറിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിന് വെള്ളത്തിൽ കൂടെ സുഖമായിട്ട് പോകാനാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ആ മേൽഭാഗം ഒന്ന് മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിക്കുന്നത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ചെറിയൊരു ഷാർപ്പായിട്ടുള്ള ഒരു പീസ് എടുക്കാനാണ്. ബോട്ടിൻ്റെ അടിയിൽ വയ്ക്കാനാണ്. ഇപ്പോൾ ഇതാ ഞാൻ ബോട്ടിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ബോട്ടൊക്കെ തുറന്നെടുത്തിട്ടൊക്കെ ഉണ്ട് ഞാൻ. ഇപ്പോൾ ഇവിടെ ഒരു ബാറ്ററിയും കണക്ടറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്വിച്ചാണ്. ഇനിയിപ്പോൾ ഒരു മിനി മോട്ടറും ലീഫും എടുത്തിട്ടുണ്ട്. അത് മിനി മോട്ടർ വെച്ചാൽ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു മിനി മോട്ടറും ലീഫും എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ബാറ്ററിയും കണക്ടറും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം 2 എണ്ണം എടുക്കുക. ഇപ്പോൾ ഞാനതെല്ലാം വയറിംഗ് ഒക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗ്ലൂ ഗൺ വെച്ചാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഒരു പീസ് കാണാൻ സാധിക്കും. അത് വെള്ളത്തെ മുറിച്ച് കിടക്കാനാണ്. ഇപ്പോൾ ഞാനിതൊരു ലീഫ് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ ബോട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ട് ഓടുന്നതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫിൻ്റെ പുറകുവശത്തും മുൻവശത്തുമുള്ള മർദ്ദ വ്യത്യാസം കാരണമാണ്. പുറകുവശത്ത് മർദ്ദം കുറവായത് കാരണം ബോട്ട് മുമ്പോട്ട് നീങ്ങുന്നു. വെള്ളത്തിന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു റെക്റ്റാങ്കിളൊരു ബോട്ടിലിൻ്റെ ഒരു ചെറിയ പീസും വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വർക്കിംഗ് മോഡൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.